ഈശോ സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ഷോൺ എന്നാണ്. ഞാൻ കുടിയാമലയിൽ നിന്നാണ് വരുന്നത്. നിങ്ങൾ മിക്കവരും എന്നെ കണ്ടിട്ട് കാണും. ഞാനിപ്പോൾ കുറച്ചേറെയായിട്ട് ഈ ഭവനത്തിൽ ഇടയ്ക്കിടയ്ക്കായിട്ട് ക്യാമറ കോർഡിനേറ്റൊക്കെ ചെയ്യുന്ന ഞാനൊക്കെയാണ്. ഓക്കെ. പിന്നെ ഞാൻ ജർമ്മൻ പഠിച്ചത് കോട്ടയത്തെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നാണ്. അപ്പം ജർമ്മൻ പഠിക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ലായിരുന്നു. നല്ല നൈസായിട്ട് നല്ല എളുപ്പമായിട്ട് തന്നെ എല്ലാം സെറ്റായി. പിന്നെ അതുകൊണ്ട് തന്നെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നല്ല മാർക്കോട് എനിക്ക് പാസ്സാവാൻ എനിക്ക് പറ്റി. പക്ഷേ ജർമ്മൻ്റെ ഒഫീഷ്യൽ എക്സാമിലേക്ക് വന്നപ്പോഴത്തേക്കും അവിടെയാണ് എനിക്ക് കുറച്ച് ഏറെ പണി കിട്ടിയത്. ആദ്യത്തെ 2-3 മോഡ്യൂൾസൊക്കെ നല്ല എളുപ്പം നല്ല പെട്ടെന്ന് തന്നെ എനിക്ക് പാസ്സാകാൻ പറ്റി. പക്ഷേ ലാസ്റ്റത്തെ ഒരു മോഡ്യൂൾ എനിക്ക് കുറച്ച് ഏറെ പാടായിരുന്നു. അപ്പോൾ 2-3 മോഡ്യൂൾസ് ഉണ്ടല്ലോ, അപ്പോൾ അത് വെച്ചിട്ട് കയറി പോകാമെന്ന് വെച്ച് ഞാനായിട്ട് സിസ്റ്ററിൻ്റെ അടുത്ത് പ്രാർത്ഥനയ്ക്കായിട്ട് വന്നു. അന്നേരം സിസ്റ്റർ പറഞ്ഞു തിടുക്കം കൂട്ടണ്ട എന്നൊരു മെസ്സേജാണ് അന്നൊരു സിസ്റ്ററിന് വന്നത്. പിന്നെ എനിക്ക് വേറെ ഒരു അനുഗ്രഹം എന്ന് പറഞ്ഞാൽ എനിക്കിപ്പോൾ എന്ത് സംഭവം ഞാനിപ്പോൾ മനസ്സിൽ വിചാരിച്ചാലും അതിന് ആൻസറായിട്ട് എനിക്ക് എന്തെങ്കിലും ഒരു വചനമായിരിക്കും എനിക്ക് മെയിനായിട്ട് കിട്ടുന്നത്. അപ്പോൾ ഞാൻ പിന്നെ വീട്ടിലേക്ക് തിരിച്ചു വന്നിട്ട് ചുമ്മാ ഇങ്ങനെ ഇൻസ്റ്റയൊക്കെ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഓരോ വചനം കയറി വരും. അപ്പം അങ്ങനെ വന്നപ്പോൾ എനിക്കൊരു വചനം കിട്ടിയതാണ് ഏശയ്യ 52:12. അതായത് നിങ്ങൾ തിടുക്കം കൂട്ടണ്ട, വേഗം ഓടുകയേ വേണ്ട, ഇസ്രായേലിലെ ദൈവം നിനക്ക് പിന്നെ കാവൽക്കാരനായിരിക്കും എന്നൊരു വചനമാണ് എനിക്ക് കിട്ടിയത്. എന്നിട്ട് അതിനുശേഷം പിന്നെ ഞാൻ മൂന്നാമത്തെ ഒരു 4 മോഡ്യൂളാണ് കേട്ടാണല്ലോ. 4ാമത്തെ മോഡ്യൂളിനായിട്ട് ഞാൻ പിന്നെ ബാംഗ്ലൂരിൽ പിന്നെ എക്സാം എഴുതി കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഇവിടെ വന്ന് സാബു ബ്രദറിൻ്റെ അടുത്ത് കൗൺസിലിങ്ങിന് പോയി. കൗൺസിലിംഗ് പോയപ്പം സാബു ബ്രദറിന് ഒരു മെസ്സേജ് കിട്ടിയെന്ന് 3 എന്നുള്ളൊരു സംഖ്യയാണ് ബ്രദറിന് കിട്ടിയത്. അത് എന്താ സംഭവം എന്ന് ഞാൻ ചോദിച്ചപ്പം ബ്രദർ പറഞ്ഞില്ല. ബ്രദറിന് സംഭവം മനസ്സിലായിരുന്നു, പക്ഷെ എന്നോട് പറഞ്ഞില്ല. എന്നിട്ട് പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും ബാംഗ്ലൂരിലെ റിസൾട്ട് വന്നു. അത് പൊട്ടി. 2ാമതൊരു എക്സാം എഴുതി, അതും ഫെയിലായി. 3ാമതൊരു എക്സാം എഴുതി. ആ 3ാമത്തെ എക്സാം ആണെങ്കിൽ നല്ല മാർക്കോട് കൂടി എനിക്ക് പാസ്സാവാൻ സാധിച്ചു. അന്നേരമാണ് എനിക്ക് മനസ്സിലായത് ബ്രദർ ആ 3 എന്ന് പറഞ്ഞ സംഭവം എന്താ ഉദ്ദേശിച്ചെന്ന് എനിക്ക് അന്നേരമാണ് പിന്നെ മനസ്സിലായത്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് 4 മോഡ്യൂൾ പിന്നെ കിട്ടിയില്ല. ഇനിയിപ്പം നോർമലി എല്ലാവരും വിചാരിക്കുന്ന പോലെ പെട്ടെന്ന് തന്നെ ഇനിയിപ്പം പ്രോസസ്സിംഗ് എല്ലാം മുന്നോട്ട് പൊക്കോളും, നന്നായിട്ട് ചെയ്യാൻ പറ്റുമെന്നൊക്കെ വിചാരിച്ചിരിക്കുമായിരുന്നു. അന്നേരമാണ് മെയിനായിട്ട് പിന്നെ അടുത്ത കടമ നല്ലൊരു ഏജൻസി കണ്ടുപിടിക്കുന്നത്. പിന്നെ ഏജൻസി മുഖേന പോകാൻ ചെറിയൊരു മടിയായതുകൊണ്ട് ഞാൻ ആദ്യം സ്വന്തമായിട്ട് കുറേ നോക്കി. എന്നിട്ട് കേട്ട് ലാസ്റ്റ് ഒരു ഇൻ്റർവ്യൂ കിട്ടി. ആ ഇൻ്റർവ്യൂ ആണെങ്കിൽ പോലും കുറച്ച് ഏറെ പ്രയാസമായിരുന്നു എനിക്ക്. അതായത് കുറേ തടസ്സങ്ങളായിരുന്നു അതിലുണ്ടായിരുന്നത്. ഇപ്പം ഇൻ്റർവ്യൂവിൻ്റെ സമയത്താണെങ്കിലും നെറ്റ്വർക്ക് പോകുന്നു, പിന്നെ സ്ക്രീനാണെങ്കിലും ഫുള്ളും ബ്ലാക്ക് ആകും, മരിക്ക് ക്ലിയർ ആവുന്നില്ല. അങ്ങനെ കുറേ തടസ്സങ്ങൾ വന്ന് അങ്ങനെ ആ ഒരു ഇൻ്റർവ്യൂ എനിക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റിയില്ല, ഫെയിലായി. എൻ്റെ പിന്നെ വേറെ നിവൃത്തിയിലായിട്ട് അന്നേരമാണെങ്കിലും എനിക്ക് ഇതേപോലെ ഒരു വചനം കിട്ടി. ഇത് കഴിഞ്ഞിട്ട് കുറച്ച് നാൾ കഴിഞ്ഞ് 1-2 ദിവസം കഴിയുമ്പോൾ ചുമ്മാ നേരുന്ന സമയത്ത് ഇതേപോലെ ഒരു വചനം കിട്ടി. ആ വചനം ഇങ്ങനെയായിരുന്നു, ഏശയ്യ 54:7. നിമിഷ നേരത്തേക്ക് നിന്നിങ്ങനെ ഉപേക്ഷിച്ചു, പക്ഷേ മഹാകരുണയോടെ ഞാൻ നിന്നെ തിരിച്ചു വിളിക്കും. ആ ഒരു വചനമായിരുന്നു എനിക്ക് അന്നേരം കിട്ടിയത്. അപ്പോൾ എനിക്കിങ്ങനെ ഓരോ വചനം കിട്ടുമ്പോൾ ഞാനത് സേവാക്കി പിന്നെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരുമ്പോൾ ഞാൻ പിന്നെ അത് കണ്ടുകൊണ്ട് തന്നെ ഇരിക്കാനൊക്കെ ആയിട്ട്. എന്നിട്ട് അത് കഴിഞ്ഞ് പിന്നെ 2 കൽപ്പിച്ച് ഒരു ഏജൻസി കണ്ടുപിടിച്ചു. എന്നിട്ട് സിസ്റ്ററിൻ്റെ അടുത്ത് പിന്നെ വന്നു, സിസ്റ്ററിൻ്റെ പ്രാർത്ഥന വയ്ക്കാനായിട്ട് എന്താ ചെയ്യേണ്ടത്, ഇതായിട്ട് മുന്നോട്ട് പോകണോ എന്നൊക്കെ ചോദിച്ചു. അന്നേരം സിസ്റ്റർ പറഞ്ഞു ഒന്നും നോക്കണ്ട, പേടിക്കണ്ട, ധൈര്യമായിട്ട് മുന്നോട്ട് പോയാറേ എന്ന് പറഞ്ഞു. സിസ്റ്റർ സപ്പോർട്ട് ചെയ്തു. എന്നിട്ട് ഞാൻ പിന്നെ പ്രൊസീഡ് ചെയ്തു. ആ ഏജൻസിയായിട്ട് മുന്നോട്ട് പോയി. ഒരു കുഴപ്പമില്ലാതെ തന്നെ മുന്നോട്ട് പോയി. ഏപ്രിൽ ഇൻടേക്കാണ്, ഈ ഒരു ഏപ്രിൽ ഇൻടേക്കിലായിരുന്നു ഞാൻ കൊടുത്തത്. ഇൻ്റർവ്യൂ വരെയായി. പക്ഷേ ഇൻ്റർവ്യൂ ആവാറായപ്പോഴത്തേക്കും ജർമ്മനിയിൽ നിന്ന് എംപ്ലോയർ പറഞ്ഞു ഇപ്പം നിങ്ങളുടെ എല്ലാവരെയും ക്യാൻസൽ ആക്കിയേക്കുവാണ്, നിങ്ങൾക്ക് വരാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ ലാസ്റ്റ് ആ ഒരു സമയമായപ്പോഴാണ് ഞങ്ങളോട് പറഞ്ഞ് ഇപ്പം അവിടത്തേക്ക് ഇപ്പോൾ സ്റ്റുഡൻസിന് വേണ്ടെന്ന് പറഞ്ഞ് ക്യാൻസലാക്കി. ഇനിയിപ്പോൾ വേറെ നിവൃത്തിയില്ല, ഇനിയിപ്പോൾ സെപ്റ്റംബറിലേക്ക് ഉള്ളൂ എന്നൊക്കെ വിചാരിച്ചിരിക്കുമ്പോഴാണ് എനിക്കാണെങ്കിൽ ആദ്യം കിട്ടിയ 3 സർട്ടിഫിക്കറ്റ്സിൻ്റെ വാലിഡിറ്റി 1 ഇയർ ആയിരുന്നു. അത് കഴിയുകയും ചെയ്തു. ഇനിയിപ്പോൾ സെപ്റ്റംബറിലേക്കാണ് എനിക്ക് വീണ്ടും റീ എക്സാം എഴുതേണ്ടി വരുമായിരുന്നു. അപ്പോൾ ആ ഒരു പ്രശ്നം എല്ലാം വിഷമിച്ചിരിക്കുമ്പോഴാണ് 2-3 ദിവസത്തിനുള്ളിൽ അതേ ഇൻസ്റ്റിറ്റ്യൂട്ട് അതേ ഒരു ഏജൻസിയിൽ നിന്ന് തന്നെ എനിക്ക് വേറെ കോൾ വന്നു. നിങ്ങൾ 2-3 പേരെ മാത്രം സെലക്ട് ആക്കിയിട്ട് ഒരു ഇൻ്റർവ്യൂ സെറ്റാക്കിയിട്ടുണ്ട്, ഓക്കെ ആണെന്ന് ചോദിച്ചു. ഓക്കെ എന്ന് ഞാൻ പറഞ്ഞു. ആ എക്സാമിന് കയറി. അന്ന് തന്നെ റിസൾട്ട് വന്ന് പാസ്സായി. പിന്നെ ഉള്ള പ്രോസസ്സിങ് എല്ലാം നല്ല പെട്ടെന്നായിരുന്നു. പേപ്പർ വർക്കെല്ലാം മുന്നോട്ട് പോയി. വിസ ആപ്ലിക്കേഷൻ എല്ലാം കഴിഞ്ഞു. അങ്ങനെ ദൈവാനുഗ്രഹം കൊണ്ട് ഈ കഴിഞ്ഞ തിങ്കളാഴ്ച എനിക്ക് വിസ കിട്ടുകയും ചെയ്തു. അപ്പം ഈ അടുത്തായിട്ട് മിക്ക ബുധനാഴ്ചകളിലും എനിക്കിവിടെ വരാനും സാധിച്ചിട്ടുണ്ട് ദൈവാനുഗ്രഹം കൊണ്ട്. അപ്പം എല്ലാ ദിവസവും വരാൻ അനുഗ്രഹിച്ച തമ്പുരാനും പിന്നെ എനിക്ക് വിജയം തന്ന ദൈവത്തിനും പിന്നെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച സിസ്റ്ററിനും മറ്റ് സിസ്റ്റേഴ്സിനോടും
കൗൺസിലേഴ്സിന് നിങ്ങളെല്ലാവരോടും 1000 നന്ദി പറഞ്ഞുകൊള്ളുന്നു. ഞാൻ അടുത്ത ആഴ്ചത്തേക്ക് ഞാൻ പോകുമായിരിക്കും. ഫ്ലൈറ്റ് എടുത്തിട്ടില്ല. അതിൻ്റെയും നിങ്ങളുടെ വക എനിക്ക് പ്രാർത്ഥന വേണം. കാരണം ഇപ്പോഴത്തെ യുദ്ധമൊക്കെ ആണല്ലോ. അതുകൊണ്ട് ഒരു തടസ്സം കൂടാതെ മുന്നോട്ട് പോകാനായിട്ട്, പിന്നെ അവിടെ ചെന്നിട്ടാണെങ്കിലും നിങ്ങളുടെ ഓരോരുത്തരുടെ പ്രാർത്ഥന എനിക്ക് വേണം. നിങ്ങളോട് എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നമുക്ക് ഷോണിനെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയാം. ഇവിടുത്തെ നമ്മുടെ നല്ല തീഷ്ണതയോടെ നല്ല ചുറുചുറുക്കോടെ ശുശ്രൂഷ ചെയ്ത നല്ലൊരു യൂത്താണ് ഷോണ്. നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, ഷാരോൺ ഇങ്ങനെ സാക്ഷിയൊക്കെ പറഞ്ഞു വെച്ചിട്ട് അവൻ പോയത് ഓർക്കുന്നുണ്ടാവും ചിലപ്പം. ഇവർ കുടുംബത്തോടെ ഇവിടെ ശുശ്രൂഷ ചെയ്യുകയാണ്. ഷായ് ചേട്ടൻ്റെയും ബിനുവിൻ്റെയും മോനാണ്, ഇളയ മോന്. ഇപ്പം ഇവൻ പോകാൻ റെഡിയാകുന്നു. പിന്നെ ഇവിടെ വന്ന് മടി കൂടാതെ ഈശോ തന്ന അനുഗ്രഹങ്ങളെല്ലാം എടുത്തു പറഞ്ഞു സാക്ഷ്യപ്പെടുത്തി. ഇനിയും സമർത്ഥമായിട്ട് നിന്നെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.